الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، السلام عليكم ورحمة الله وبركاته. أوصيكم بتقوى الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി നിങ്ങളോട് ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതഅൻ ലിൽ മുഖ്വീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബികൽ അളീം. ഫലാ ഉഖ്സിമു ബിവാഖിഉൻ നുജൂം വഇന്നഹു ലഖസ്മുൻ ലൗ തഅലമൂന അളീം. ഇന്നഹു ലഖുർആനും കരീം ഫീ കിതാബിൻ മക്നൂൻ لا يمسه إلا المطهرون تنزيل من رب العالمين. أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. فأما إن كان من المقربين فروح وريحان وجنة نعيم. وأما إن كان من أصحاب اليمين سلام لك من أصحاب اليمين. وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم. إن هذا لهو حق اليقين. فسبح باسم ربك العظيم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിച്ചു. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മനുഷ്യജീവിതം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് അറിയുന്ന സംഗതിയാണ്. ഈ അതിബൃഹത്തായ പ്രപഞ്ചം വളരെ ശീഘ്രഗതിയിലാണ്
വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലാണ് ശാസ്ത്രകാരന്മാർ അത് കണ്ടെത്തിയത്. വികസിക്കുന്ന പ്രപഞ്ചം എന്നൊരു പഠന മേഖലയാണ്, എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. എഡ്വിൻ പി ഹബിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരന് ഒരു പ്രത്യേകമായ ടെലസ്കോപ്പിലൂടെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞത്. ആദ്യം ഉണ്ടായിരുന്ന അത്രയല്ല, അതിങ്ങനെ വലുതായി 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 വലുതുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സൃഷ്ടിപ്പിൻ്റെ ഒരു മഹാത്ഭുതമായി ഖുർആൻ എടുത്തു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വസ്സമാഅ ബനൈനഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ഈ ഉപരിമണ്ഡലം എന്നത് നമ്മുടെ ശക്തി കൊണ്ട് നാം നിർമ്മിച്ചതാണ്. അതിനെ നാം വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വികസിക്കുന്ന പ്രപഞ്ചം, ഏത് സംഗതിയും വികസിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും, നശിക്കും. അതാണ് ഇവിടെയുള്ള എല്ലാ സംഗതികളുടെയും പ്രകൃതം. നമുക്കറിയാം, ഒരു വിത്ത് ചെടിയായി മരമായി പിന്നെ നശിച്ചു. മനുഷ്യൻ തന്നെ ബീജഗണത്തിൽ നിന്ന് ശിശുവായി, ബാലനായി, യുവാവായി, വൃദ്ധനായി, പിന്നെ മരിച്ചു. അപ്പം എന്തും വളരുകയും വികസിക്കുകയും ചെയ്താൽ നശിച്ചു പോകുക എന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെയും ഒരു പ്രകൃതിയാണ്. അപ്പോൾ വമ്പിച്ച ഒരു നഷ്ടം, നാശം എല്ലാ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും എന്നുള്ളത് നിസ്തർക്കമായ സംഗതിയാണ്. നമുക്കറിയുന്നൊരു കാര്യമാണ് എങ്കിലും അതിന് ശേഷം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് അത്ര ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കാറില്ല. സന്തോഷവും ആഹ്ലാദവും ദുഃഖവും വേദനയും തന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അതിൻ്റെ പരിണിതിയിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളുടെയും ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ തന്നെ ജീവിതത്തിൻ്റെയും പരിണിതി ഒരു മഹാവിസ്ഫോടനത്തിലൂടെ ആണ് ഉണ്ടാവുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇൻഖാനത്തില്ല സ്വഹത്തൻ വാഹിദ, ഒരു വലിയ ശബ്ദം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഗ്രേറ്റ് എക്സ്പ്ലോഷൻ എന്ന് പറയും, ഒരു വിസ്ഫോടനം. അപ്പോൾ ഈ പ്രപഞ്ച പ്രകൃതത്തെ സംബന്ധിച്ച് ഒരു വിസ്ഫോടനത്തിലൂടെയാണ് ഉണ്ടായത്. ഇനിയൊരു വിസ്ഫോടനത്തിലൂടെ നശിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ശാസ്ത്രകാരന്മാർ അടുത്ത കാലത്തായിട്ട് പറഞ്ഞു തുടങ്ങി. ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല തിയറികളും പഠിക്കുന്നു. പ്രപഞ്ചം നശിക്കുന്നത് ഒരു മഹാസ്ഫോടനത്തിലൂടെയാണ്. ഇനി രണ്ടാമതുണ്ടാകുന്നതും ഒരു മഹാസ്ഫോടനത്തിലൂടെയാണ്. ഇൻഖാനത്തില്ലാ സ്വഹത്തൻ വാഹിദ മയൻദറൂന ഇല്ലാ സ്വഹത്തൻ വാഹിദ. രണ്ട് സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. രണ്ടാമതുണ്ടാക്കുന്നത് സ്ഫോടനത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടാക്കിയതും രണ്ടാമതുണ്ടാക്കിയതും ഒരുപോലെ തന്നെയാണ്. കമാ ബദഇല അവ്വല ഖൽഖൻ നഈദുഹു. നമ്മൾ എങ്ങനെയാണ് ആദ്യം ഉണ്ടാക്കിയത് അത് നമ്മൾ ആവർത്തിക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാതെ രണ്ടാമതുണ്ടാക്കിയത് മഹാവിസ്ഫോടനത്തിലൂടെയാണ് എന്ന് പറഞ്ഞു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്ഫോടനത്തിൽ ഒരു വലിയ ഊർജ വിസ്ഫോടനത്തിൽ തുടങ്ങി ആ ഊർജ വിസ്ഫോടനത്തിൽ തന്നെ അവസാനിച്ച് മറ്റൊരു മഹാ ഊർജ വിസ്ഫോടനത്തിലൂടെ ആരംഭിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതത്തിൽ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നും നമുക്ക് മാറിപ്പോകാൻ സാധ്യമല്ല. ഇവിടെ ജനിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള വിഭവങ്ങൾ എടുത്തുകൊണ്ട് ഇതിൻ്റെ ദാതാവായ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് വിജയത്തിൻ്റെ മാർഗം കണ്ടെത്തുക, ഒറ്റ വഴിയുള്ളൂ. അത് ധിക്കരിച്ചാൽ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നാശത്തിൻ്റെ നരകത്തിലേക്ക് ചെന്ന് വീഴും എന്ന ഒരു ശക്തമായ താക്കീത്. ഈ രണ്ട് സംഗതിയാണ് ഖുർആൻ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ വാഖിഅയിൽ വിശദീകരിച്ച പരിണതിയെ സംബന്ധിച്ച കുറേ സംഗതികളാണ് കഴിഞ്ഞ രണ്ട് ഖുതുബകൾ വിശദീകരിച്ചത്. അതിൻ്റെ ഏറ്റവും ഹൃദയസ്പർക്കായ ഏതു മനുഷ്യ മനസ്സിനെയും പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു പര്യവസാനമാണ് ഇന്നത്തെ ഖുതുബയിൽ സൂചിപ്പിക്കുന്നത്. ഈ വാഖിഅ സൂറത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞിട്ട് അങ്ങേ ഖുതുബയിൽ സൂചിപ്പിക്കേണ്ടായി. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സൂറത്താണ്. ഇത് പാരായണം ചെയ്താൽ
ദാരിദ്ര്യം വിട്ടകന്നു പോകും എന്ന് സഹിയായ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രിയിൽ പാരായണം ചെയ്യണമെന്നാണ് ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സൂറത്ത് 96 സൂക്തങ്ങളായിട്ടുള്ളത്, അത് ചെറിയ ചെറിയ സൂക്തങ്ങളാണ്. അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുന്നത് വളരെ പുണ്യകരമായ ഒരു സംഗതി. ഹെഫ്ളാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം വാഹനത്തിൽ പോകുമ്പോഴോ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോഴോ ഇത് നമുക്ക് മനസ്സിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സൂറത്താണ്. മനുഷ്യ മനസ്സിൻ്റെ ആ താളലയക്രമത്തിന് ഏറ്റവും പര്യാപ്തമായ രീതിയിലാണ് അതിൻ്റെ ഉസ്ലൂബ്, സ്റ്റൈല്, അതിൻ്റെ ശൈലി അങ്ങനെയാണ്. അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അർത്ഥസഹിതം പഠിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആനന്ദകരമായ മനുഷ്യ ജീവിതത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതു മനസ്സും മോഹിച്ചു പോകുന്ന തരത്തിലാണ്. അത് കിട്ടണം എന്നാഗ്രഹിക്കും. അതുപോലെ തന്നെ വേദനാജനകമായ നരകശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ എത്ര ശക്തമായ, എത്ര ആത്മധൈര്യമുള്ള മനസ്സും ഒന്ന് പെടഞ്ഞു പോകും, പേടിച്ചു പോകും. സത്യവിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് ഹൃദയം കിടിലം കൊള്ളുകയും വറക്കുകയും ചെയ്യും. അത് അടിസ്ഥാനപരമായി മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ചു വച്ചിട്ടുള്ള ആ ഈമാൻ്റെ ഒരു പ്രതിഫലനമാണ്. അത് 3 വിഭാഗമായി മനുഷ്യൻ തിരിയുമെന്ന് പറയുമ്പോൾ അതിലേതിൽ നമ്മൾ പെടണമെന്ന് നമ്മൾ സ്വയം തീരുമാനമെടുക്കും. ആരും പറഞ്ഞു തരണ്ടാവും, നമ്മുടെ മനസ്സ് തന്നെ അതിന് തീരുമാനമെടുക്കും. ഒന്നാമത്തെ വിഭാഗം ഇവിടെ ഖുർആനിൽ പറഞ്ഞത് വലതുപക്ഷക്കാരാണ്. രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷക്കാർ. മൂന്നാമതായി എടുത്തു പറഞ്ഞാണ് അതായത് മുന്നോക്കക്കാരായ ആളുകൾ, മുഖറബീങ്ങളായ സാബിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവസാമീപ്യം സിദ്ധിച്ച, സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും സമ്പൂർണമായി സമർപ്പിതമായി ദൈവസാമീപ്യം സിദ്ധിച്ച അസ്സാബിഖൂനൽ അവ്വലൂന ഉലൈക്കൽ മുഖറബൂൻ, ആദ്യ ആളുകൾ, മുന്നോക്കക്കാർ, എല്ലാത്തിലും മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച ആൾക്കാർ. പിന്നെ അതിൻ്റെ ഗ്രേഡ് ലേശം കുറഞ്ഞതാണ് വലതുപക്ഷക്കാർ. ഈ 2 വിഭാഗക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന മഹാസൗഭാഗ്യങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ടായി. ആ സഹാബിൽ യമീൻ കഴിഞ്ഞാൽ സഹാബ് ഷിമാലുണ്ട്. അത് ഇടതുപക്ഷക്കാരാണ്. സംശയാലുക്കളും നിഷേധികളും അവർക്കുണ്ടാകുന്ന പരിണതിയെ സംബന്ധിച്ചും വളരെ സവിസ്തരമായി തന്നെ കഴിഞ്ഞ ഖുതുബയിൽ പ്രതിപാദിക്കുന്നുണ്ടായി. ഇത് പറയുമ്പോൾ ഇത് മനുഷ്യ മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പര്യാപ്തമായ പ്രകൃതിയിൽ നിന്നുള്ള തെളിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇതിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അവനവൻ്റെ സൃഷ്ടിപ്പ് തന്നെയാണ്. ബീജവും ബീജഗണവും അത് കഴിഞ്ഞിട്ട് വളർന്നു വലുതായി വരുന്ന മനുഷ്യ സൃഷ്ടി. വളരെ നിസാരമായ ഒരു തുടക്കത്തിൽ നിന്ന് പ്രഗത്ഭനായ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്ന, അത് ഖുർആന്റെ മറ്റു പല ഭാഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ വിശദാംശങ്ങളോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വളരെ ഹ്രസ്വമായ വാചകങ്ങളിലൂടെ ആഴങ്ങളിൽ അത് നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒന്നാമത്തെ ഈ സൃഷ്ടിപ്പ്, നിങ്ങൾ അനുഭവിക്കുന്ന സൃഷ്ടിപ്പ് നിങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ദൃഢബോധ്യമുള്ളവരാകുന്നില്ല? എന്തിന് നിഷേധിക്കുന്നു? ഒരുപാട് ആളുകൾ നിഷേധിക്കുന്നു. എന്തിനതിൽ സംശയിക്കുന്നു എന്നൊക്കെ എടുത്ത് ചോദിച്ചു. സംശയിക്കാതിരിക്കാൻ വീണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ധാന്യമണി, അത് നിങ്ങൾ ചെയ്യുന്ന കൃഷി, അത് ഭൂമിയിലിട്ട് അത് ചെടിയായി വളർന്ന് വലുതായി വരുന്നത്, അതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് കുടിവെള്ളം. ഈ കുടിവെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ്. പലയിടത്തും ചോദിക്കുന്നുണ്ട്, ഒഴുകുന്ന വെള്ളം, നല്ല സ്വാദിഷ്ടമായ വെള്ളം, അദബും ഫുറാസ്, 2 തരത്തിൽ വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല മെയിനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. മിൽഹൻ ഉജാജ്, അതായത് ചവർപ്പുള്ള ഉപ്പുവെള്ളവും സ്വാദിഷ്ടമായ കുടിവെള്ളവും. ഇത് രണ്ടും കൂടി ഒന്നിച്ചൊഴുകുന്ന ചില സ്ഥലങ്ങളിൽ ഭൂമിയിലുണ്ട്, സമുദ്രങ്ങളിലുണ്ട് എന്ന് ഖുർആനിലെ ചില സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെ ആ മുഖത്ത്, അത് പതിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് 100-ലധികം കിലോമീറ്റർ നീളത്തിൽ അദബും ഫുറാത്തും മിൽഹൻ ഉജാജ് രണ്ടും കൂടി ഒന്നിച്ചൊഴുകുന്നു. പക്ഷേ മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ, അതിൻ്റെ ഇടയിൽ ഒരു മറയുണ്ട്, അതുകൊണ്ട് അത് രണ്ടും കൂടിക്കലർന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അമേരിക്കയിൽ ഒരു വലിയ 2 നദികൾ
മിസോറി, മിസിസിപ്പി നദികൾ കൂടിച്ചേരുന്ന ഉൾക്കടലിലും ഈ സംഭവമുണ്ട് എന്നുള്ള. അപ്പോൾ വളരെ അത്ഭുതകരമാണ്. നമ്മുടെ കടൽപ്പുറത്ത വീടുകളിൽ, പല വീടുകളിൽ നമുക്ക് സ്വാദിഷ്ടമായ നല്ല വെള്ളം കിട്ടും, പല വീടുകളിലും ഉപ്പുള്ളതായിരിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് സംവിധാനിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെ കൃഷി വേണമെങ്കിൽ ഞാൻ നശിപ്പിച്ച് കളയുമായിരുന്നു, വൈക്കോലാക്കി കളയുമായിരുന്നു. അതിനെക്കുറിച്ച് ഉദാഹരണം പറഞ്ഞു. കഴിഞ്ഞ മഴയിൽ ഒരുപാട് ചണ്ടികളായിപ്പോയ കാർഷിക വിഭവങ്ങളില്ലാതെ വൈക്കോല് പോലെ ആയിപ്പോയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്തൂടെ നടന്നാൽ നമുക്ക് മനസ്സിലാകും, വയലേലകളിലൂടെ നടന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ വെള്ളം ചവർപ്പ് വെള്ളമാക്കി പോയാൽ എങ്ങനെയാണ് നിങ്ങൾ വെള്ളം കുടിക്കുക? അത് നിങ്ങളന്ന് ആലോചിച്ച് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞ ശേഷം പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, നമ്മൾ സാധാരണ നിലയിൽ അത്ര ഗൗരവത്തിലൊന്നും എടുക്കാത്ത ഒരു സംഗതിയാണ്. അഫറഅയ്തുമുന്നാറല്ലത്തി തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻശഅതും ഷജറതഹ അം നഹ്നുൽ മുൻശിഊൻ, അല്ല അതിനാവശ്യമായ മരം വളർത്തിയുണ്ടാക്കിയത് നിങ്ങളാണോ അതല്ല നാമാണോ? തീ സ്വയം നിൽക്കില്ല നമുക്കറിയാം. ഒരു പ്രത്യേക എന്തോ ഒരു തരം സാധന, അത് സ്വയം നിൽക്കില്ല, ഏതെങ്കിലും ഇന്ധനത്തിലൂടെ ബന്ധപ്പെട്ടേ നിൽക്കുള്ളൂ. അപ്പം അതിനൊരു ഇന്ധനം വേണം. അതെല്ലാവർക്കും പരിചിതമായ ഒരു സംഗതി. കാട്ടുതീ ഉണ്ടാകുന്നത് മരങ്ങൾ ഉരസിയാണ്. പച്ചമരം ഉരസിയാൽ തീ ഉണ്ടാകും, അത് നമ്മൾ കാണുന്നു. തീയിൽ വെളിച്ചമുണ്ട്. അതിനൊരുപാട് അർത്ഥതലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. മനുഷ്യൻ ഈ തീ കണ്ടെത്തുകയും തീയുടെ ഉപയോഗം സ്വായത്തമാക്കുകയും ചെയ്തത് മനുഷ്യ നാഗരികതയുടെ വളർച്ചയ്ക്ക് വലിയ വികാസം ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ മാത്രമല്ല തീ ഉപയോഗിച്ച്, തീ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറുകയാണ്. തീയിൽ പ്രകാശമുണ്ട്. ആ പ്രകാശം മനുഷ്യന് വഴി കാണിക്കുന്നു, പലതരത്തിലുള്ള വഴി കാണിക്കുന്നു. അതായത് ആത്മീയമായ പ്രകാശത്തിൻ്റെ ഭൗതികമായ ഒരു ബഹിസ്ഫുരണമായിട്ട് ആകാശലോകങ്ങളിലുള്ള അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമായ അല്ലാഹു അവൻ തന്നെ സൃഷ്ടിച്ച ഭൂമിയിലെ ഭൗതിക പ്രകാശം, അത് തീ. അത് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു മറ്റൊരു എപ്പിസോഡിലൂടെ. അതായത് മദീനയിൽ നിന്ന് സിനായ് മരുഭൂമി വഴി ഈജിപ്തിലേക്ക് പുറപ്പെട്ട മൂസയുടെ കുടുംബം സിനായ് താഴ്വരയിൽ വെച്ച് ഒറ്റയ്ക്ക് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ, ആ സംഘം മാത്രം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ വഴി കാണാതെ വിഷമിക്കുന്നു. ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതിക്കും എന്നാണ് മൂസ കുടുംബത്തോട് പറയാ, ഞാൻ തീ കാണുന്നുണ്ട്, ഞാൻ അവിടെ പോയി നോക്കാം, ഒന്നുകിൽ ഇവിടെ മനുഷ്യന്മാരുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് തീ എടുത്തുകൊണ്ട് വരാം, നമുക്ക് വഴി കാണാൻ അത് ഉപകരിക്കുമല്ലോ. മൂസ നബി പോകുന്നു. മൂസ അവിടെ ചെല്ലുമ്പോൾ അവിടെ തീയല്ല കാണുന്നത്. അവിടെ ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാണുന്നത്. അള്ളാഹുവിനെ കാണാൻ മൂസ നബി അവിടെ എത്തുമ്പോൾ ആദ്യം കാണിച്ചു കൊടുത്ത തീയാണ്. ആ തീയെ പിന്തുടർന്ന് പോയ മൂസ നബിക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തിലുള്ള സംരക്ഷണമാണ് ലഭ്യമാകുന്നത്. വളരെ ഹൃദയസ്പർക്കാണ് രംഗം. സാധാരണ ഖുർആൻ ഓതുന്ന ആളുകൾ, പഠിക്കുന്ന ആളുകൾ ഈ നിലയിൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. വളരെ വലിയ പണ്ഡിതന്മാർ ഈ സംബന്ധിച്ച് ഗവേഷണം നടത്തിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. തീ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. തീയിൽ ജീവിത വിഭവങ്ങൾ നഹ്നു ജഅൽനാഹാ തദ്കിറത്തൻ, അതൊരു സ്മരണയാണ്. തീ ഒരു ഓർമ്മപ്പെടുത്തലാണ്. തീയുടെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെയിൽ. അതായത് സൂര്യനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. 15 കോടി കിലോമീറ്റർ അകലെ നിന്ന് സംഭവിക്കുമ്പോൾ നമുക്കിവിടെ താങ്ങാനാവാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ചൂടില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള. അപ്പോൾ തീ ഒരേ സമയം മനുഷ്യ ഉപകാരപ്രദമാണ്, അതേസമയം മനുഷ്യനെ ശിക്ഷിക്കാൻ പറ്റിയ ഒരു ഇന്ധനവുമാണ്. നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീ കൊണ്ടാണ്, നാർ എന്ന് പറഞ്ഞാൽ തീയാണ്, നരകത്തിൻ്റെ പേരും തീ എന്നാണ്. അപ്പോൾ അത് വളരെ വളരെ ഗൗരവമുള്ള സംഗതിയാണ്. മനുഷ്യനെ സഹായിക്കുകയും രക്ഷിക്കുകയും വഴി കാണിക്കുകയും. മരുഭൂ യാത്രക്കാർ അവർ തമ്പടിക്കുമ്പോൾ അവിടെ വിറക് പൊട്ടി തീയിടാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ സദ്യ ഒരുക്കുമ്പോൾ ആളുകളെ കൂട്ടാൻ അവിടെ തീയിടാറുണ്ട്. ആ തീ കണ്ടാൽ ജനങ്ങൾ സദ്യ ഒരുക്കിയിരിക്കണം. അതിന് ഓരോന്നിനും ഓരോ പ്രത്യേക ശൈലിയാണ്. സദ്യ ഒരുക്കെത്തി ഒരു പ്രത്യേക രീതിയിലാണ്. ആ ആളുകൾ തീ കായുന്നത് വേറെ രീതിയിലാണ്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തീയിടുന്നത് വേറൊരു കോലത്തിലാണ്. അതിൻ്റെ ഒരു മോഡേൺ ഫോമാണ് ലൈറ്റ് ഹൗസുകൾ. കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കും ഇനി വിമാനങ്ങൾക്ക് തന്നെ ഡയറക്ഷൻ കൊടുക്കാൻ ആധുനിക ലൈറ്റ് ഹൗസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡേൺ ഫോം എന്നുള്ളതേ ഉള്ളൂ.
ഈ ചെയ്യുന്നുണ്ടെന്ന പ്രകാശം നമ്മൾ വേറെ ചില സംഗതികളിലൂടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നു. സത്യത്തിൽ അത് ശരിയല്ല. അത് ഫോട്ടോൺസിന്റെ ഒരു പ്രത്യേക ഇലൂമിനേഷനാണ് യഥാർത്ഥത്തിൽ. നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ല ഇലക്ട്രിസിറ്റി. അത് പണ്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരനെ പറ്റി അബദ്ധമാണ് എന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ശാസ്ത്രകാരന്മാർ പറഞ്ഞു തുടങ്ങി. ഫോട്ടോൺസ് ആണ്, ഇലക്ട്രോൺസ് അല്ല ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള. അപ്പോൾ വളരെ വളരെ ഗൗരവത്തിൽ ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി വിറകുന്ന് കത്തിക്കുന്ന തീയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. ആ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി അത്രയധികം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ലാറ്റിൻ, ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് വാക്കുകളൊന്നും കിട്ടാത്തതുകൊണ്ട് അവരതിൽ അറബിയിലോ മറ്റു ഭാഗങ്ങളിലോ ഒക്കെ പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ മോഡേൺ പുതിയ കാലഘട്ടത്തിൽ യൂറോപ്യന്മാർ അതുപോലെ ജർമ്മൻകാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പേരുകളുണ്ട്. ഇപ്പോൾ ജൗൾ, അതുപോലെ തന്നെ വാട്സൺ, ജെയിംസ് വാട്സ്, ഇത്ര വാട്ട് എന്ന് പറയുന്നത് അതൊരു കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുമായി ചേർന്ന പേരുകളാണ്. അതുപോലെ എല്ലാ സംഗതികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാലഘട്ടത്തിലാണ് ആളുകൾ ഇത് കണ്ടുപിടിക്കുന്നത് അവരുടെ പേരുമായി ബന്ധപ്പെട്ട് ആണ് ഇതിന് പേര് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പം നേരത്തെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ആ സംവിധാനം തന്നെയാണ് പുതിയ പുതിയ ഫോമിൽ പുതിയ പുതിയ രീതിയിൽ മനുഷ്യ മസ്തിഷ്കം വളരുമ്പോൾ അതിനുപയോഗപ്രദമായിട്ട് ഉണ്ടാവുന്നത്. അപ്പം ഈ തീ നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ നേരെ പോയാൽ ഈ തീ നേരത്തെ പർവ്വതത്തിന്റെ താഴ്വരകളിൽ മൂസയെ വിളിച്ച തീ പോലെ നിങ്ങൾക്കത് പ്രകാശമാനമായ ഒരു ജീവിതത്തിന് വഴിയാവും. അതല്ലെങ്കിൽ നരകത്തിലെ തീയിലേക്ക് നിങ്ങൾ ആപതിച്ചു പോകും. ആ തീ ഉണ്ടാക്കാൻ വേണ്ടി നാം ഉണ്ടാക്കിയ മരങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളല്ലല്ലോ, അത് നാം അല്ലേ ഉണ്ടാക്കി തന്നത്? നിങ്ങളത് അനുഭവിക്കുകയല്ലേ എന്നുള്ള സുബ്ഹാനഹു വ തആല ചോദിക്കുക. ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. അവിടെയാണ്. അതായത് ഈ അല്ലാഹു തആലക്ക് അത്ര മാത്രമേ വേണ്ടുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമം നീ പ്രകീർത്തിക്കുക. ഇതൊരു സത്യമാണ്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രഖ്യാപിക്കുക മാത്രമാണ് അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നത്. വേറെ ഒരു ത്യാഗവും മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കുന്നില്ല. പണം കൊടുക്കാൻ പറയുന്നു, മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കി കൊടുക്കേണ്ടതില്ല, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് കൊടുക്കുക. വളരെ യുക്തിഭദ്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ന്യായങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണം നമ്മളതാണെന്നാണ് നമ്മളെ വിശ്വാസം. സത്യനിഷേധമാണ് യഥാർത്ഥത്തിൽ. സത്യവിശ്വാസം എന്നത് പണം അള്ളാഹുവിൻ്റെതാണ് എന്നുള്ള. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളോട് നമസ്കരിക്കാൻ പറയുന്നു. അള്ളാഹു തന്ന ശരീരം കൊണ്ട്, അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട്, അള്ളാഹു തന്ന ജ്ഞാനം കൊണ്ട് ചെയ്താൽ മതി എന്നുള്ള. ഇതെല്ലാം തമ്പുരാനാണ് തന്നത് എന്ന് ഉറക്കം നീ പറയുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫലാ ഉഖ്സിമു ബിവാഖിഉൻ നുജൂം, നക്ഷത്രങ്ങളുടെ അസ്തമസ്ഥാന സാക്ഷിയായി ഞാൻ നിങ്ങളോട് പറയും. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. മവാഖിഉൻ നുജൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഞ്ചാരവീഥി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം. അതവിടെ തന്നെ ഉണ്ട് എന്നുള്ള. ഈ ഭൂമിയുടെ ചലനത്തിൽ നമുക്ക് പ്രത്യക്ഷമാകുന്നതാണ് ഉദിക്കുന്നു, വളരുന്നു, നശിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നമുക്കൊരു സംഗതി മനസ്സിലാവുന്നുണ്ട്. നല്ല ഒരു പൊൻകിരണമായി സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും, പിന്നെ ശക്തമായ വെയിലായി മാറും, പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമായ ത്വക്കിൻ്റെ അടിയിലുള്ള ഫാറ്റിനെയൊക്കെ വൈറ്റമിനാക്കുന്ന തരത്തിലുള്ള ഒരു പൊക്കുവെയിൽ, അത് കഴിഞ്ഞിട്ട് ഒരു കുളിരുള്ള ഒരു പ്രത്യേകമായ അന്തരീക്ഷം. ഇതിങ്ങനെ ചംക്രമണം മാറി മാറി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതിലൊരർത്ഥമുണ്ട്. എല്ലാ പ്രഭയ്ക്ക് ശേഷവും അത് അസ്തമിച്ചു പോയിട്ട് എല്ലാം നഷ്ടപ്പെട്ടതായിട്ട് അത് പഴയതുപോലെ പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രൗഢിയും പ്രതാപവും ഒക്കെ അവസാനിച്ച് അവസാനം നിസ്സഹായനായ നിന്റെ രക്ഷിതാവിലേക്ക് പോകുമെന്നതിന് ഓരോ നജുമും, അതായത് എല്ലാ നക്ഷത്രങ്ങളും ഈ സൂര്യനും ദൈനംദിനം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് അസ്തമിക്കുന്നതിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയാണ്, ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് മാന്യമായ ഖുർആനാണ്. ഇത് നിങ്ങൾക്കൊരു അപസർപ്പക നോവലിലെ കഥ പറഞ്ഞു തരികയല്ല, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംഗതി വളരെ മാന്യമായ ഉത്തമമായ നിലയിൽ പറഞ്ഞു തരികയാണ്. ഫി കിതാബിൻ മക്നൂൻ, ഭദ്രമായ മൂലഗ്രന്ഥത്തിൽ സൂക്ഷിച്ചു വെച്ച നിങ്ങൾക്ക് വേണ്ടിയുള്ള വേദഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. ലാ യമസ്സഹു ഇല്ലൽ മുതഹ്ഹറൂൻ, അവിശുദ്ധന്മാർ സ്പർശിക്കാത്ത, അതായത് വിശുദ്ധന്മാർ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായം മുസഹബ് തൊടാൻ പാടില്ല, മുസഹബ് എടുക്കല്ലേ എന്നൊക്കെ പറയാം. എന്നിട്ട് അതിൽ എഴുതി വെക്കും ലാ യമസ്സഹു ഇല്ലൽ മുതഹ്ഹറൂൻ.
യഥാർത്ഥത്തിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് മുസാഹിബ് അടിച്ചുണ്ടാക്കണ ഏതെല്ലാം പ്രസ്സിൽ ആരെല്ലാം അടിച്ചുണ്ടാക്കും, ആരെല്ലാം എടുക്കും, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതൊക്കെ കെട്ടണ ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പം അതല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ആ മുസാഹിഫ് അല്ല ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അതിനകത്ത് പറയുന്നത് അതൊരു ആത്മാവാണ്. ഇത് മുസാഹിഫും കുറേ ലിപികളുമാണ്. ആ ലിപികൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് വന്നു കിട്ടുന്ന ഒരാത്മചൈതന്യമാണ് ഖുർആൻ. ആ സംഗതി ഉണ്ടല്ലോ, അതാർക്കും വികലമാക്കാൻ പറ്റില്ല, അതാർക്കും തൊടാൻ പറ്റില്ല എന്നുള്ള, വേറെ ആർക്കും തൊടാൻ പറ്റില്ല, അതിനെ വികലമാക്കാൻ പറ്റില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹഫിളൂൻ. അത് ഇറക്കിയത് നാമാണ്, അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നാം തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുറേ കള്ള മുസാഹിഫുകൾ ലിപി മാറ്റി അടിച്ചിറക്കിയാൽ ഈ സമുദായത്തിന് ഖുർആൻ നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ജൂത കൂടാചരനൊന്നും ഒരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് ഈ ലോകരക്ഷിതാവെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഖുർആനാണ്. മാന്യവും ഉന്നതവുമായ ഖുർആൻ. അവിശുദ്ധന്മാർ ഒരു കാലത്തും ഇതിന്റെ ആശയങ്ങളിലും ഇതിന്റെ ആത്മാവിലും സ്പർശിക്കുകയില്ല. ഇത് മനുഷ്യരെ നിങ്ങൾക്ക് മാർഗദർശനമായി നൽകുന്ന ഖുർആനാണ്. ഇത് ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്ത് ജീവിത വിജയം നേടുക എന്നാണ് ഈ പ്രകൃതിയിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മോട് ഉപദേശിക്കുന്നത്. അതനുസരിച്ച് ജീവിത വിജയം പ്രാപിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സി സനാഅക കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വത്തുൽ കിറാം, ഔസികും വഇയ്യായ സാനിയൻ ബിത്തഖ്വ. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യും. ഭാഗ്യവശാൽ ഈ മഹത്തായ ഖുർആന്റെ അനുയായികളായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തേണ്ടതാണ്. മനുഷ്യന് ഏറ്റവും മഹത്തായ ജീവിതത്തിൻ്റെ വിജയം കാണിച്ചു തരുന്ന പരിശുദ്ധമായ ഖുർആൻ, അതിൻ്റെ ഒരു ഹറഫ് ഉച്ചരിക്കുന്നത് പോലും 10 പുണ്യം മിനിമം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തൊരു സംഗതി. ജീവിതമാസകലം പരിശുദ്ധ ഖുർആനുമായി ചേർത്ത് ലയിപ്പിച്ച് ജീവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവർ, നിയോഗിക്കപ്പെട്ട ഒരു സമുദായം എന്നുള്ള നിലക്ക് നമ്മളിത് പഠിക്കാൻ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ഓരോരുത്തരും വന്ന് ചിന്തിക്കേണ്ടതാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഖുർആൻ ആവർത്തിച്ചോതുന്നു. ഇപ്പോൾ ഒരാൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്ത് രാവിലെ ആരെങ്കിലും അത് ഓതിയാൽ അവന് സപ്പോർട്ടിനും ആശ്വാസത്തിനും അത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈകുന്നേരം ആരെങ്കിലും ഓതിയാൽ അവന് അത് മതിയാവും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയത്തുൽ കുർസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗം പാരായണം ചെയ്യുന്നവന് പിശാചിൻ്റെ ശർറിൽ നിന്ന് മനസ്സിനെ സൂക്ഷിക്കാൻ പര്യാപ്തമാണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഹശ്ർ 59-ാമത്തെ സൂറത്ത്, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ എന്ന് പറയുന്ന ആ 3 സൂറത്ത്, ആ 3 സൂക്തങ്ങൾ അതാരെങ്കിലും പാരായണം ചെയ്താൽ 7000 മലക്കുകളെ അവൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി നിയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ വാഖിയ ആരെങ്കിലും പാരായണം ചെയ്താൽ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സൂറത്തുൽ മുൽക്ക് തബാറക 30 അധ്യായങ്ങളുള്ള സൂറത്ത്, അതാരെങ്കിലും പാരായണം ചെയ്താൽ അവന് പുറത്തു കൊടുക്കുന്നത് വരെ അത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ശുപാർശ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യാസീൻ ആരെങ്കിലും അത് പാരായണം ചെയ്താൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയ കൂലി അവന് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് നമ്മളെ ഇതിനാണ് ഈ ഖുർആൻ നമ്മളെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ ഉണർന്ന് നിൽക്കുകയും നമ്മളെ ഉയർത്തി നിർത്തുകയും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഖുർആനുമായി മനസ്സ് ബന്ധിപ്പിക്കുമ്പോഴാണ് ആ ഔന്നത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുക, അഫ ബിഹാദൽ ഹദീസ് അൻതും മുദ്ഹിനൂൻ, ഇത്രയും ഗംഭീരമായ ഈ വാർത്തയോടാണോ നിങ്ങളൊരു പുറംപൂച്ച് കാണിക്കുന്നത്?
നിങ്ങൾ ഇതിനെയാണോ അവഗണിച്ച് തള്ളിക്കളഞ്ഞു കൊണ്ടുപോകുന്നത്? ഇതിനെയാണോ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നത് എന്ന് ചോദിക്കുക. അല്ല, നിഷേധിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വിഹിതമാക്കി മാറ്റിയിരിക്കുകയാണോ? ജീവിതത്തിന്റെ ഒരു അവകാശമാക്കി മാറ്റിയിരിക്കുകയാണോ? ഇത്രയും മഹത്തായ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചെന്നിട്ട് അതിനുവേണ്ടി പ്രവാചകനയച്ച് അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ച് ഒരു സമൂഹത്തെ വളർത്തിയെടുത്ത് നിങ്ങളെ അതിൻ്റെ മുന്നിൽ നിർത്തി നിങ്ങളെ ഉന്നതന്മാരാക്കി സമൂഹത്തിൽ ഖൈറ ഉമ്മത്താക്കി നിങ്ങളെ നാട്ടിൻ്റെ നായകന്മാരാക്കി ലോകത്തിൻ്റെ ജേതാക്കളാക്കി തലയെടുപ്പുള്ള പണ്ഡിതന്മാരും നേതാക്കളും നിങ്ങളിൽ നിന്നുണ്ടാക്കി ഒരുപാട് സംസ്കൃതികൾ നിങ്ങളിൽ നിന്നുണ്ടായി. ഈ മനുഷ്യന്മാര് നിങ്ങളുടെ അതിൻ്റെ ആളുകൾ അത് സൂക്ഷിച്ച് കൊണ്ടു നടക്കേണ്ട ആളുകൾ ഇതിനെ നിഷേധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത വിഭവമാക്കി ഇത് നിഷേധം മാറ്റുകയാണോ എന്ന് വളരെ ഗൗരവപൂർവ്വമായ ഒരു ചോദ്യം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു രംഗം വരും. വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ നോക്കിയിരിക്കെ ഒരാളിൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങളല്ല നഹ്നു അഖറബു ഇലൈഹി വലകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്ത രീതിയിൽ നാമാണ് അവനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ റൂഹ് ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ ആഴ്ചയില്ല. എപ്പോഴാണ് ആരുടെയാണ് റൂഹ് എപ്പോഴാണ് പിടിക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു പറച്ചിലുണ്ട്, നമ്മൾ ഈ പറഞ്ഞ ദീനിന്റെ മാർഗത്തിലൊന്നും അല്ല, നമ്മളെ തോന്നിയാസത്തിനാണ് ജീവിക്കുകയാണെങ്കിൽ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജൂനഹാ ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ്, നിങ്ങളെ മാർഗമാണ് ശരിയെന്നത്, നിങ്ങളുടെ പ്രസ്താവന നിങ്ങളുടെ ചിന്താഗതി സത്യമാണ് എങ്കിൽ നാം നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് റൂഹ് പിടിച്ചിരിക്കുന്നു, ഒന്ന് തിരിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ളത് കഴിയില്ല എന്നുള്ളതാണ്. അവിടെ സമ്പൂർണമായും യഥാർത്ഥത്തിൽ കീഴടങ്ങേ പറ്റുള്ളൂ. കീഴടങ്ങുമ്പോൾ മിനൽ മുഖറബീൻ, അവൻ അള്ളാഹുവിനോട് അടുത്ത ആളാണെങ്കിൽ, മുഖറബാണെങ്കിൽ, ദൈവസാമീപ്യം സിദ്ധിച്ച ആളാണെങ്കിൽ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, ആശ്വാസവും പരിമളവും അനുഗ്രഹത്തിന്റെ പൂങ്കാവനങ്ങളുമാണ് അവനുണ്ടാവുക എന്ന് എടുത്തു പറയാൻ വേണ്ടി. വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, ഇനം വലതുപക്ഷക്കാരനാണെങ്കിൽ സലാം സലാം, നിനക്ക് ശാന്തി ശാന്തി, സലാം സലാമുൻ അലൈക്കും ഉദ്ഖുലുഹാ ബിസലാം ഇല്ലാ ഖീലൻ സലാമൻ സലാമ. ഒരുപാട് സ്ഥലത്ത് ഖുർആന് എടുത്തെടുത്തത് പറയുന്നത് ശാന്തി സമാധാനം അതുമാത്രമാണ് അസ്ഹാബിൽ യമീനുള്ളത്. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാല്ലീൻ, നുണയനായ വഴികെട്ടവനാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം, തിളച്ച വെള്ളമാണ് അവനുള്ള സൽക്കാരം. വതസ്ലിയത്തു ജഹീം, നരകത്തിലെ ചുട്ടുപൊള്ളലുമായിരിക്കും അകമ്പടിയായി ഉണ്ടാവുക. കൃത്യമായി വേർതിരിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ കൃത്യമായി വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോരുത്തരും തീരുമാനിക്കാം. 3 ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഒന്ന് കൂടണം, കൂടെ പറ്റൂ, വേറൊരു വഴിയില്ല, നാലാമതൊരു വഴിയില്ല. ആദ്യത്തെ 2 ഗ്രൂപ്പിൽ പെട്ടാൽ കഴിച്ചിലായി എന്നുള്ള, രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മൂന്നാമത്തേതാണെങ്കിൽ വളരെ പെശകാണ്. അസ്ഹാബിൽ ഷിമാലാണെങ്കിൽ വളരെ പെശകാണ്. ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ, ഇത് പരമസത്യം തന്നെയാണ്. വല്ലാത്ത പ്രയോഗമാണ്. ഇന്ന എന്ന് പറഞ്ഞൊരു തക്കീത്, ഹാദ എന്ന് പറഞ്ഞ വേറൊരു തക്കീത്, ല എന്ന് പറഞ്ഞ വേറൊരു തക്കീത്, ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തക്കീത്. അതായത് ഒരുപാട് പ്രാവശ്യം ആണയിട്ട് പറയുന്നതിന് വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇന്ന ഹാദാ ലഹു ഹഖ്ഖുൽ യഖീൻ. ഇത് പരമസത്യം തന്നെയാണ്, ഒരുത്തിന് നിഷേധിക്കാനാവാത്ത പരമസത്യം. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, മഹാനായ നിന്റെ രക്ഷിതാവിന്റെ നാമം നീ സ്മരിച്ചുകൊള്ളുക, പ്രകീർത്തിച്ചുകൊള്ളുക, വാഴ്ത്തിപ്പാടിക്കൊള്ളുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി ബിഹംദിഹി നമ്മൾ പറയില്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ലേ. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നീ നിന്റെ രക്ഷിതാവിന്റെ നാമം ഉന്നതമായ ഇത് വിധാനത്തിൽ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. നിനക്ക് സഹായികളായി അകമ്പടിയായി മലക്കുകൾ മാലാഖമാരുണ്ടാകും. മതതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. അങ്ങനെ നിരന്തരമായ ദൈവസ്തോത്രങ്ങളാൽ ഹൃദയവും നാവും മനസ്സും ഒരുമിക്കുന്ന മനസ്സുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആകാശലോകത്തുനിന്ന് മാലാഖമാർ ഒഴുകിയെത്തും. എന്നിട്ട് അവർ പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, വ്യാകുല ചിത്തരാകേണ്ടതില്ല, നിങ്ങൾക്ക് ജന്നത്തിനായി
നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ പൂങ്കാവനങ്ങൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത അനുഗ്രഹത്തിൻ്റെ പൂങ്കാവനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയും. അങ്ങനെ ഓരോ നിമിഷവും മനസ്സിൻ്റെ മന്ത്രം സ്വർഗത്തിൻ്റെ മന്ത്രമായി എവിടെ വളരെ വിദൂരതയിലോ അകലയിലോ അല്ലാത്ത വളരെ അടുത്താണ് ഈ സ്വർഗമെന്നും തെറ്റിപ്പോയാൽ നരകം വളരെ അടുത്താണെന്നുള്ള ബോധത്തോടുകൂടി നിൽക്കുമ്പോഴാണ് സൂക്ഷ്മത ഉണ്ടാവുക, തഖ്വ ഉണ്ടാവുക. ഊസിക്കും ബി തഖ്വല്ലാഹ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് തഖ്വ ഉണ്ടാവില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ആ ചിന്ത ഹൃദയത്തിൽ രൂഢമൂലമാകുമ്പോൾ അവൻ്റെ അനുഗ്രഹത്തിലുള്ള മഹത്തായ പ്രതീക്ഷയും അവൻ്റെ ശിക്ഷയിലുള്ള ഭയവും, ഈ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഇടയിലുള്ള ഒരുതരം അസ്വസ്ഥമോ സ്വസ്ഥമോ എന്ന് പറയാനാവാത്ത ഒരു അങ്കലാപ്പാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അതായത് സൂക്ഷ്മത, വളരെ ജാഗ്രതമായി. അതായത് ഇരുട്ടുള്ള രാത്രിയിൽ ഇങ്ങനെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയാതിരിക്കാൻ ടോർച്ചടിച്ച നേരെ നോക്കിപ്പോകുന്ന ഒരു മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഒരു കയറ് കെട്ടിയിട്ട് അതിൽ നടക്കുന്നവനെ പോലെ, വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് നടക്കുന്നവനെ പോലെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരയിലും ഓരോ ഇടപാടുകളിലും ഓരോ ചിന്താഗതിയിലും ഓരോ പെരുമാറ്റത്തിലും ഓരോ പ്രസംഗത്തിലും ഓരോ വർക്കിലും ഇങ്ങനെ സൂക്ഷ്മത. അള്ളാഹുവിലേക്ക് പോകുന്നു, സ്വർഗത്തിലേക്ക് പോകുന്നു, ജന്നത്തുൽ നഈം അനുഗ്രഹത്തിൻ്റെ ആരാമങ്ങളിലേക്ക് പോകുന്നവനാണ് ഞാനെന്ന ബോധത്തോടുകൂടി വിജയഭേരിയോടുകൂടി ജീവിക്കുക. അത് പൊങ്ങച്ചം കാണിക്കാനോ അഹങ്കാരം കാണിക്കാനോ അല്ല, ഹൃദയത്തിൽ രൂഢമൂലമായ സത്യവിശ്വാസം നൽകുന്ന ആത്മബലത്തിൽ ജീവിക്കുക. എല്ലാ പ്രയാസങ്ങളും അതിജയിച്ചു പോകും, എല്ലാ രോഗങ്ങളും കടന്നുപോകും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും. അങ്ങനെയുള്ള ഉന്നതമായ ഒരു വിധാനത്തിലേക്ക് സത്യവിശ്വാസിയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വളരെ ഗംഭീരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുക്കിയ വിഭവങ്ങൾ അത് നമ്മൾ അടുത്ത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. എന്നാലേ വിജയം ഉണ്ടാവൂ. അതിന് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യസന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും നീ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പുറത്തുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ബന്ധുക്കളും അല്ലാത്തവരുമായി അകലങ്ങളിലുള്ള ആളുകൾക്ക് ഹിദായത്തും തഖ്വയും സദ്ഖാത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സന്തോഷവും സംതൃപ്തിയും നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ആരോഗ്യവും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിലും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരിച്ചു വന്ന ആളുകൾക്ക് എല്ലാവർക്കും നീ പുറത്തു മാപ്പായി കൊടുക്കുകയും ഞങ്ങളെയും അവരെയും നീ സ്വർഗസ്വഭാവത്തിൽ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിന്റെ തൃപ്തിയിലാക്കി മാറ്റണേ തമ്പുരാനെ. ഒരുപാട് ആളുകളുണ്ട്, രോഗികളായി കിടക്കുന്ന ആളുകൾ, അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫായി കൊടുക്കണേ തമ്പുരാനെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുറവുകളുണ്ട്, ആവശ്യങ്ങളുണ്ട്, എല്ലാം നീയാണ് അറിയുന്നത്. അതെല്ലാം പൂർണ്ണമായും ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി തരണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളായ ഖബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു നരക ശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ ഖുർആൻ ശരിക്കും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അറിവ് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا